കണ്ണൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര ഒരു സുഖമാണല്ലേ. ചില പാട്ടുകളോട് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും. ചില പാട്ടുകൾ നമുക്ക് മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റാത്ത പാട്ടുകളുണ്ടാവും. അതിലൊരെണ്ണമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അതായത് ഒരു നേരമെങ്കിലും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ പാട്ട്. ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ ആ പാട്ട് പാടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൽ ഫസ്റ്റ് ആ പാട്ട് പാടും. നമ്മുടെ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടമാണ് ഞാൻ പാടുമ്പോൾ. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമാണ്. നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുക, അങ്ങനെ അവരുടെ മനസ്സിനൊരു സന്തോഷം നിറയ്ക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഗാനം പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പാട്ട് പഠിക്കാം. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു പാട്ട് നമ്മളെങ്ങനെ പഠിച്ചെടുക്കും എന്നൊരു പേടി നമുക്കുണ്ടാവും. കാരണം കുറച്ചൊരു ഹൈ പിച്ചിലേക്ക് പോകുന്നുണ്ട് പാട്ട്. പക്ഷെ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് എല്ലാ നോട്ട്സും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അതേപോലെ തന്നെ നിങ്ങൾ പാടി പഠിച്ചാൽ മതി. നമുക്ക് കിട്ടാത്ത നോട്ട്സൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പാടി പഠിക്കുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ ആദ്യം തന്നെ അത് അയ്യോ എനിക്ക് കിട്ടുന്നില്ലല്ലോ പറഞ്ഞിട്ട് അത് ഒഴിവാക്കരുത്. നമ്മൾ വീണ്ടും വീണ്ടും അത് പാടി പഠിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പാടിക്കോളും. അതുവരെ നമ്മൾ ക്ഷമിച്ച് പഠിക്കണം. അപ്പോൾ ഞാൻ ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പാടിത്തരും. അത് കേട്ട് ക്ഷമയോട് കൂടി പഠിക്കണം. ഓക്കെ. ഈ ഒരു മനോഹരമായ ഗാനം എഴുതിയിട്ടുള്ളത് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറാണ്. അതുപോലെ അതിന് മ്യൂസിക് കൊടുത്തിട്ടുള്ളത് TS രാധാകൃഷ്ണൻ സാറാണ്. പിന്നെ ഇത് ദ്വിജാവന്തി എന്ന് പറഞ്ഞിട്ടുള്ള രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. വളരെ മെലഡിയസ് ആയിട്ടുള്ള ഒരു രാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ വരികളായിട്ട് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിൻ്റെ കൂടെ പാടി പഠിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്നാണ് അതിൻ്റെ പല്ലവി. അത് ഓരോ ലൈൻസായിട്ട് നമുക്കിനി പഠിക്കാം. ഒരു നേര എന്നാണ് കേട്ടോ. ഒരു നേരമെങ്കിലും എന്നാണ്. എന്നൊരു സാധനം അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സംഗതിയുടെ കൂടെ ഒരു എക്സ്ട്രാ സാധനം കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. ഒരു നേര അതിൻ്റെ സ്വരം വരുന്നത് രേഖാമാപ്പ എന്നാണ്. അപ്പോൾ ഫുൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്വരങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വരങ്ങൾ ഉൾപ്പെടുത്താത്തത്. നിങ്ങൾക്ക് പക്ഷേ കുറച്ചും കൂടെ മനസ്സിലാവുക ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ്, സംഗതികൾ ഓരോന്നായിട്ട് പാടി തരുമ്പോഴാണ് കുറച്ചും കൂടെ മനസ്സിലാവുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വരങ്ങൾ ഉൾപ്പെടുത്താത്തത്. ഒരുപാട് സ്വരങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതായത് പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, പാട്ട് പഠിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുകയും അവരിത് കേട്ടിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ നന്നാവുക ഈ ഒരു രീതിയിലുള്ള പഠനമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു നേരമെങ്കിലും അവിടെ നിങ്ങൾക്ക് ഒന്ന് സ്ലോ ആക്കിയിട്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നന്നായിരിക്കും. ഞാൻ പാടുന്നത് നമ്മളെ യൂട്യൂബിൽ തന്നെ നമുക്ക് സ്ലോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ പാടുന്നത് സ്ലോ ആക്കിയിട്ട് കേൾക്കുക.
അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കത് ക്ലിയർ ആയി കിട്ടും. ഓരോ നേരം എന്നാണ്. അവിടെ ആ സംഗതി പാടുമ്പോൾ ശ്രദ്ധിച്ച് പാടണം. ഓരോ നേരമെങ്കിലും ലും എന്ന് കൊണ്ടുവരണം. കാണാതെ ചെറിയ ചെറിയ സംഗതികളാണ് നമ്മൾ ഈ പാട്ടിലുള്ളത് കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സംഗതികളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വേറെ സംഗതികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പാടണം. അല്ലാതെ ഇതിനകത്ത് ഒരുപാട് സംഗതിയുള്ള വലിയ പാട്ടൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണിത്. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. കാണാതെ എന്നാണ്. കാണാതെ കാണാതെ വയ്യൻ്റെ ഓരോ ഒരു ഫ്ലോ ആയിട്ട് അങ്ങനെ പോണത്. വയ്യൻ്റെ കണ്ടോ. ഗുരുവായൂർ രപ്പാ നിൻ ഗുരുവായൂരപ്പാ നിൻ എന്നാണേ. ദിവ്യരൂപം. ഓക്കെ. ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അതാണ് ഫസ്റ്റ് സംഗതി. ദെൻ പിന്നെ നമ്മൾ ഒന്നുകൂടി ആ പാട്ട് പാടുന്നുണ്ട്, ആ വരി പാടുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ഒരു നേരമെങ്കിലും അങ്ങനെയാണ് എടുക്കുന്നത്. ഒരു നേര എന്നാണ് കേട്ടോ. രണ്ടാമത് എടുക്കുമ്പോൾ മെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഗുരുവായൂരപ്പാ നിൻ അവിടെ ഗുരുവായൂരപ്പാ നിൻ അവിടെ ചെറിയൊരു സംഗതി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പാടുക. ദിവ്യരൂപം ശ്രുതിയിൽ ചേർന്ന് നിൽക്കണം. ഇനി അടുത്ത വരി. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ എന്നാണ്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ ആ ഒരു വരി പോണം. നല്ല ഭക്തിയോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം. ഭഗവാൻ മുന്നിലുണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് നമ്മൾ പാടുക. ഭഗവാനെ മുന്നിൽ കണ്ടിട്ട് പാടുക. അപ്പം ക്ലിയറായിട്ട് വന്നോളൂ. ഒരു മാത്ര എന്ന് തുടങ്ങണം. ഒരു മാത്രയെങ്കിലും ആ ഒരു ഫ്ലോയിൽ കയറിപ്പോണം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ അങ്ങനെ കൊണ്ടുവരണം. കേൾക്കാതെ വയ്യ നിൻ എന്ന് കൊണ്ടുവരണം. നിൻ അടുത്ത വരി മുരളി എന്ന് കൊണ്ടുവരണം. മൂ എന്നാണ് മൂ എടുക്കേണ്ടത്. മുരളി പൊഴിക്കുന്ന എന്ന് കൊണ്ടുവരണം. മുരളി പൊഴിക്കുന്ന കണ്ടോ. അങ്ങനെ അത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരണം. ഗാന അവിടെ ഒരു ഗമകം ചെറുതായിട്ട് ഗാന. ഓക്കെ, നിങ്ങൾ വീണ്ടും വീണ്ടും പാടി നോക്കിയാൽ മതി കേട്ടോ. ഗാ ആ അത് ഗാന ഗാന ലാപം ലാ
അങ്ങനെ കൊണ്ടുവരണം. മുരളി, അടുത്ത വരി മുരളി, അത് തന്നെ, ആ വരി തന്നെയാണ്. മുരളി പൊഴിക്കുന്ന, ചെറിയൊരു വ്യത്യാസമുണ്ട് അവിടെ. മുരളി പൊഴിക്കുന്ന ഗാന ഗാന ലാപം, അവിടെ പ്ലെയിനാണ്. ശ്രുതി ശുദ്ധമായിട്ട് പാടാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ വെച്ച ശ്രുതി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, അതിൽ ശ്രദ്ധിച്ച് പാടിയാൽ മതി. ഇതാണ് പല്ലവി. ഇതിൻ്റെ അകത്ത് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതികളൊന്നും തന്നെ ഇല്ല. നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് പാടി പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക. ഇനി നമുക്ക് അനുപല്ലവിയിലേക്ക് കയറാം. ഹരിനാമ കീർത്തനം, ഹരി എന്നെടുക്കണം. ഹരിനാമ 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 കീ കീ ആ, അങ്ങനെ പാടിക്കൊടുക്കണം അവിടെ. കീർത്തനം കീർത്തനം. ഉണരും ഉണരും ഹരിനാമ കീർത്തനം. ഉണരും പുലരിയിൽ, ആ ഒരു സ്റ്റൈൽ അങ്ങനെ പോണം അവിടെ. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ. കണ്ടോ, നമ്മളൊരു ഓളത്തിൽ അങ്ങനെ പോയാൽ മതി അവിടെ. തിരുവാക, മുകളിലേക്ക് കൊണ്ടുപോകണം. തിരുവാക എന്ന് കൊണ്ടുവരണം. മുകളിൽ കയറിയിട്ട് താഴേക്ക് വരണം. തിരുവാക ചാർത്തു ഞാൻ എന്നാണ്. തിരുവാക ചാർത്തു അവിടെ ചെറിയൊരു സംഗതി കൊടുത്തിട്ടുണ്ട്. ഞാനോർത്തു സംഗതികൾ പാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണണം കേട്ടോ. ഞാനോർത്തു പോകും എന്നാണേ. അടുത്ത വരി കുറച്ച് മുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നമ്മളെ ശബ്ദം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കണം. ഒരുപാട് നമ്മൾ സ്ട്രെയിൻ ചെയ്യരുത്, ശ്രദ്ധിച്ച് പാടണം. ഓക്കെ. ഓരോ പീലി എങ്ങാനും, ഓരോ പീലി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങാനും മുകളിലേക്ക് പോവാണ്. എങ്ങാനും, മനസ്സിലായോ? ഓരോ പീലി എൻ്റെ കൂടെ പാടി നോക്കണം കേട്ടോ. നിങ്ങളെ വോയിസ് പൊക്കി നിങ്ങൾ എൻ്റെ കൂടെ പാടി നോക്കണം. ഓരോ പീലി എങ്ങാനും കാണുമ്പോ എന്നാണേ. അവിടെയും ചെറിയൊരു സംഗതി കൊടുത്തിട്ടുണ്ട്. ഹൈ നോട്ടാകുമ്പോൾ അത് ശ്രദ്ധിച്ച് പാടണം. ഓരോ പീലി എങ്ങാനും കാണുമ്പോഴവിടുത്തേ, അതാണ്. ഓക്കെ. കാണുമ്പോ രവി രവി എന്ന് കൊടുക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? അടുത്ത വരി തിരുമുടി കൺമുന്നിൽ
മറ്റേത് 2 പ്രാവശ്യം പാടുന്നുണ്ട് ഒരു പീലി എങ്ങാനും. അത് രണ്ടാമത് പാടുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ അതുകൂടെ പറയാം, അത് വിട്ടുപോയതാണ്. ഒരു പീലി എങ്ങാനും, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാൻ വിട്ടുപോയതാ കേട്ടോ. ഒരു പീലി എങ്ങാനും എന്നാണ്. എങ്ങാനും കാണുമ്പോഴവിടുത്തെ, അങ്ങനെ ഒരു സംഭവമാണ്. ദെൻ തിരുമുടി എന്ന്, തിരുമുടി. ഓക്കെ, മനസ്സിലായോ? തിരുമുടി കൺമുന്നിൽ. ക്ലിയർ ആയോ? തിരുമുടി കൺമുന്നിൽ എന്നാണ്. തിരുമുടി കൺമുന്നിൽ, മുന്നിൽ മുൻ എന്ന് വരുന്നുണ്ട്. മുന്നിൽ മിന്നിമായും, മിന്നി മിന്നി അവിടെയും ചെറിയ സംഗതി കൊടുക്കുന്നുണ്ട്. മിന്നിമായും. ഓക്കെ, തിരുമുടി കൺമുന്നിൽ മിന്നിമായും. പിന്നെ അവിടെ പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റത്തത് തിരുമുടി കൺമുന്നിൽ മിന്നിമായും എന്ന് കൊടുക്കുന്നുണ്ട്. അടുത്ത വരിയിൽ വരുമ്പോൾ തിരുമുടി കൺമുന്നിൽ മിന്നിമായും എന്നാണ് കൊടുക്കുന്നത്. അവിടെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അത് നോക്കി പഠിക്കണം. തിരുമുടി, അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഒരു സ്വരാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് നമ്മൾ പാടുന്നുണ്ടല്ലോ, ഒരു നേര എന്ന് പാടുന്നുണ്ടല്ലോ, ആ സെയിം സ്വരാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. തിരുമുടി രിഗമപ, ആ ഒരു സ്വരം തന്നെയാണ്. തിരുമുടി കൺമുന്നിൽ, അവിടെ ഒരു ചെറിയ സംഗതി കൊടുക്കുന്നുണ്ട്. കൺമുന്നിൽ മിന്നിമാ, മിന്നി മിന്നിമായും. ഓക്കെ, വീണ്ടും നമ്മൾ പല്ലവിയിലേക്ക് പോകുന്നു. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ചരണത്തിലേക്ക് പോവുകയാണ്. നമ്മൾ അനുപല്ലവി സെയിം നോട്ട് തന്നെയാണ് ചരണത്തിലുള്ളത്, ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. പഠിത്തരാം. ആകതാരിലാക്കുവാൻ. ഓക്കെ, ആകതാരി നമ്മൾ മുകളിൽ പാടിയിട്ടുണ്ട്. ഹരിനാമ എന്ന് പാടിയല്ലോ, അതേ സാധനം തന്നെയാണ് താഴെയുള്ളത്. ആകതാരിലാക്കുവാൻ ഏത്തിടുമോർമകൾ, മോർമകൾ എന്ന് കൊണ്ടുപോയാൽ മതി. അവതരിപ്പിക്കുന്നു, അവതരി എന്ന് കൊണ്ടുവരണേ. അവതരിപ്പിക്കുന്നു എന്നാണ് സംഗതി അവിടെ. സംഗതികൾ കറക്റ്റായിട്ട് പാടാൻ നോക്കണേ, അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പാട്ടിൻ്റെ.
അവതരിപ്പിക്കുന്നു കൃഷ്ണനാ കൃഷ്ണനാട്ടം കൃഷ്ണനാ എന്ന് കൊണ്ടുവരണം. കൃഷ്ണനാട്ടം എന്നാണ്. അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. ഓക്കെ, ഒന്നുകൂടെ പാടിത്തരാം. അകതാരിലാക്കുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം എന്നാണ്. അത് നിങ്ങൾ എൻ്റെ കൂടെ പാടി പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത വരി. ആടിയൻ്റെ, നമ്മൾ മുകളിലേക്ക് പോവാണ്. ഇങ്ങോട്ട് മുകളിലേക്ക് കയറി ശ്രദ്ധിക്കണം. ആടിയൻ്റെ എന്നാണ്. മുകളിൽ നമ്മൾ പഠിച്ച അതേ നോട്ടാണ് താഴെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവല്ലോ. മുകളിൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആടിയൻ്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ. അടുത്ത സംഗതി വരുന്നത് ആടിയൻ്റെ മുന്നിലുണ്ട്, അങ്ങനെ കൊണ്ടുവരണം. ആദ്യം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് മുന്നിലുണ്ട് എന്നുള്ളത് പാടിയത്. രണ്ടാമത് വരുമ്പം മുന്നിലുണ്ട് എപ്പോഴും മായാതെ എന്ന് കൊണ്ടുവരണം. ഓക്കെ, ആടിയൻ്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ അവതാര അവതാര എന്ന് കൊണ്ടുവരണം. ശ്രുതി ശ്രദ്ധിച്ച് പാടണം. ശ്രുതിയിൽ നിന്ന് മാറിപ്പോവരുത്, കറക്റ്റായിട്ട് വരണം. അവതാര കൃഷ്ണ നിൻ എന്ന് കൊണ്ടുവരണം. അവതാര കൃഷ്ണ നിൻ കള്ള കള്ള ആ സംഗതി കൊണ്ടുവരണം. കള്ള നോട്ടം എന്ന് കൊണ്ടുവരണം ഫസ്റ്റത്തത്. അടുത്തത് നമ്മൾ അതേ സംഭവം തന്നെ അവതാര എന്ന് കൊണ്ടുവരണം. അവതാര കൃഷ്ണ നിൻ എന്നാണ് കൊണ്ടുവരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. കൃഷ്ണ നിൻ എന്നാണ്. അവതാര കൃഷ്ണ നിൻ കള്ള കള്ള ആ സംഗതി തന്നെ. നോട്ടം അത് പെർഫെക്റ്റായിട്ട് അവിടെ നിൽക്കണം. അവതാര കൃഷ്ണ നിൻ കള്ള നോട്ടം. കണ്ടോ, നമ്മളെ ശ്രുതിയിൽ അതങ്ങനെ ലയിച്ച് നിൽക്കണം. വീണ്ടും നമ്മൾ പല്ലവിയിലേക്ക് കയറണം. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാരണം അത്രയും നമുക്ക് കേൾക്കാനൊരു സുഖമാണ്. ഇത് വെറുതെ ശ്രുതി വെച്ച് പാടിയാൽ വരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും വെച്ചിട്ട് പാടാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കരോക്കെ വെച്ചിട്ട് പാടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളൊരു ശ്രുതി വെച്ചിട്ട് ഈ പാട്ട് നിങ്ങൾക്ക് പാടാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഏന്നുള്ള ശ്രുതിയാണ് നിങ്ങൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റേഞ്ചിലായിരിക്കും പാടിപ്പോവുക. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് ആ ശ്രുതി വെച്ചിട്ട് പാടി പഠിക്കുക. ഓക്കെ, ഇനി ഇൻസ്ട്രുമെൻ്റ് വെച്ച് പാടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇത് ഇൻസ്ട്രുമെൻ്റ് ഇല്ലെങ്കിലും നല്ല രസമായിട്ട് പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അത്രയും ഭക്തിപരമായിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ. നമുക്ക് അറിയാം, കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, വീണ്ടും നമ്മൾ എന്തിലേക്ക് വരുന്നു? പല്ലവിയിലേക്ക് വരുന്നു. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ
ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഇങ്ങനെയാണ് പാട്ട്. ആ ശ്രുതിയിൽ അങ്ങനെ ലയിച്ച് നിന്നാൽ മതി നമ്മൾ പാടുമ്പോൾ. കേൾക്കുന്നവർക്കും ഭയങ്കര ഒരു സുഖമായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമുക്ക് ഇതൊരു താളം ഉണ്ടാവും. ആ താളത്തിലാണ് നമ്മൾ പാടിക്കൊണ്ടത്. താളവും ശ്രുതിയും നമ്മൾ തെറ്റാതെ നോക്കണം. അതായത് ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും ഈ ഒരു താളത്തിൽ നമ്മൾ പാടിപ്പോണം. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ആ താളം കിട്ടുമോ എന്നുള്ളത് നോക്കണം. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ഈ ഒരു താളം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ താളത്തിൽ നമ്മൾ അങ്ങനെ പാടി നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് അനുപല്ലവി പാടിത്തരാം, ശ്രദ്ധിക്കണേ. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തു പോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ ഒരു പിലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി കൺമുന്നിൽ നിന്നെ മായും തിരുമുടി കൺമുന്നിൽ നിന്നെ മായും ഒരു നേരമെങ്കിലും. ഇങ്ങനെയാണ് താളം പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടി കഴിഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു നേര എന്നാണ്, ഒരു നേര അങ്ങനെയാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെയാണ് അനുപല്ലവിയിലും നമ്മൾ അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹരിനാമ, കണ്ടോ? ഹരിനാമ. അത് നിങ്ങൾക്ക് ഇനി ഞാൻ ഇട്ട വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. താളം കറക്റ്റായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ചരണത്തിൽ നിങ്ങൾ അതേപോലെ താളം ശ്രദ്ധിച്ച് പാടിയാൽ മതി. ഓക്കെ, നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും നമ്മൾ ഫുൾ താളമൊക്കെ അടിച്ച് പിന്നെയും പാടുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.